നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യും. പക്ഷെ ചിലപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ വന്ന് യാത്ര മാറ്റിവെക്കേണ്ടി വരാറുണ്ട്. ആ സമയത്ത് ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ എത്ര രൂപ തിരികെ കിട്ടുമെന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. എന്നാൽ 2026 ഏപ്രിൽ 1 മുതൽ റെയിൽവേ ഇതിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. ഈ പുതിയ നിയമങ്ങൾ കൃത്യമായി അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ വെറുതെ നഷ്ടമാകും. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണുക. ആദ്യത്തെ പ്രധാന മാറ്റം ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ട സമയത്തിലാണ്. പണ്ട് നമ്മൾ ട്രെയിൻ പുറപ്പെടുന്നതിന് 48 മണിക്കൂർ മുൻപ് ക്യാൻസൽ ചെയ്താലായിരുന്നു കൂടുതൽ തുക തിരികെ കിട്ടിയിരുന്നത്. എന്നാൽ ഇനി മുതൽ അത് 72 മണിക്കൂർ അഥവാ 3 ദിവസം മുൻപെങ്കിലും ചെയ്യണം. 72 മണിക്കൂറിന് മുൻപ് ടിക്കറ്റ് വേണ്ടെന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സിനും നിശ്ചയിച്ചിട്ടുള്ള ചെറിയൊരു തുക മാത്രം കുറച്ച് ബാക്കി പൈസ നിങ്ങൾക്ക് തിരികെ കിട്ടും. അതായത് സ്ലീപ്പർ ക്ലാസ്സിന് 120 രൂപയും AC ക്ലാസ്സുകൾക്ക് 180 മുതൽ 240 രൂപ വരെയും മാത്രമേ നഷ്ടമാകൂ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് 72 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെയുള്ള സമയമാണ്. യാത്രയ്ക്ക് 3 ദിവസം മുൻപുള്ള സമയം കഴിഞ്ഞ് 1 ദിവസം മുൻപ് വരെയുള്ള സമയത്താണ് നിങ്ങൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ ടിക്കറ്റ് തുകയുടെ 25% റെയിൽവേ പിടിക്കും. അതായത് 1000 രൂപയുടെ ടിക്കറ്റ് ആണെങ്കിൽ 250 രൂപ പോകും. ബാക്കി 750 രൂപ മാത്രമേ നിങ്ങൾക്ക് തിരികെ കിട്ടൂ. പഴയ നിയമത്തിൽ ഇത് 48 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെയായിരുന്നു. ഇപ്പോൾ സമയം കൂട്ടിയിരിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം യാത്രയ്ക്ക് 24 മണിക്കൂർ താഴെ മാത്രമുള്ളപ്പോഴാണ്. ട്രെയിൻ പുറപ്പെടാൻ 24 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയുള്ള സമയത്താണ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ പകുതി പൈസ പോകും. അതായത് 50% തുക റെയിൽവേ പിടിക്കും. പണ്ടിത് 12 മുതൽ 4 മണിക്കൂർ വരെയായിരുന്നു. ഇപ്പോൾ 8 മണിക്കൂർ മുൻപേ ഈ നിയമം ബാധകമാകും. ഇനി എല്ലാവരും പേടിക്കേണ്ട ഒരു കാര്യമാണ്, ട്രെയിൻ പുറപ്പെടാൻ 8 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ നിങ്ങൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ 1 രൂപ പോലും തിരികെ കിട്ടില്ല. പണ്ടിത് 4 മണിക്കൂർ വരെയായിരുന്നു. ഇപ്പോൾ അത് 8 മണിക്കൂറാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് യാത്ര പോകുന്നില്ല എന്ന് ഉറപ്പായാൽ 8 മണിക്കൂർ മുമ്പെങ്കിലും ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ ശ്രദ്ധിക്കണം. ചാർട്ട് തയ്യാറാക്കി കഴിഞ്ഞാലും പൈസ തിരികെ കിട്ടില്ല. കൂടാതെ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇനി മുതൽ TDR അഥവാ ടിക്കറ്റ് ഡെപ്പോസിറ്റ് റീസിപ്റ്റ് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിൽ അത് തനിയെ ക്യാൻസലായി പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അതുപോലെ കൗണ്ടർ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഏത് സ്റ്റേഷനിൽ പോയി വേണമെങ്കിലും ഇപ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. പണ്ട് ഏത് സ്റ്റേഷനിൽ നിന്നാണോ ടിക്കറ്റ് എടുത്തത് അവിടെ തന്നെ പോകണമായിരുന്നു. ആ നിയമം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു മാറ്റം ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റുന്നതിലാണ്. ട്രെയിൻ പുറപ്പെടുന്നതിന് 30 മിനിറ്റ് മുൻപ് വരെ നിങ്ങൾക്ക് കയറേണ്ട സ്റ്റേഷൻ മാറ്റാൻ സാധിക്കും. വലിയ നഗരങ്ങളിൽ ഒന്നിലധികം സ്റ്റേഷനുകൾ ഉള്ളപ്പോൾ ഇത് വലിയ സഹായകമാകും. അതുപോലെ കൗണ്ടർ ടിക്കറ്റ് ഉള്ളവർക്ക് സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ 30 മിനിറ്റ് മുൻപ് വരെ ക്ലാസ് മാറാനും, ഉദാഹരണത്തിന് സ്ലീപ്പറിന് ACയിലേക്കൊക്കെ മാറാൻ സൗകര്യമുണ്ടായിരിക്കും. ടിക്കറ്റ് ബുക്കിംഗിലും ചെറിയ മാറ്റങ്ങളുണ്ട്. തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത് വ്യാജ ഏജന്റുമാരെ ഒഴിവാക്കാനാണ്. അതുപോലെ ബുക്കിംഗ് വിൻഡോ തുറക്കുന്ന ആദ്യ 15 മിനിറ്റിൽ ആധാർ ഉള്ളവർക്ക് മാത്രമേ ടിക്കറ്റ് കിട്ടൂ. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടാതെ നോക്കാം. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, പുതിയ നിയമങ്ങൾ 2026 ഏപ്രിൽ പകുതിയോടെ പൂർണ്ണമായും നിലവിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.